അള്ളാഹു പറയുന്നു വലൈസ ദക്കറു കൽഉൻസ, ആണും പെണ്ണും തുല്യമല്ല. പെണ്ണ് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പണിയെ ഒഴിവാക്കിക്കൊണ്ടവൾ പുറത്തു പോയാൽ ആ പണി ആരെങ്കിലും ചെയ്യണ്ടേ? ആ പണി ആരാ ചെയ്യാ? ആ പണി ആണ് ചെയ്യണം. അപ്പൊ ആണിന്റെ പണി അടുക്കള പണിയാവും. അപ്പൊ അവന്റെ ശാക്തീകരണം നഷ്ടപ്പെടൂലേ? പെണ്ണ് ശാക്തീകരിക്കപ്പെട്ടാ മതിയോ? പെണ്ണ് ശാക്തീകരിക്കപ്പെട്ടാ മതിയോ? ആണ് അടുക്കള പണി നടക്കണമല്ലോ, മക്കളെ പള്ളിക്കൂടത്തിൽ വിടണമല്ലോ, ഗർഭം ധരിക്കണമല്ലോ, പ്രസവിക്കണമല്ലോ, ഇതൊക്കെ വേണ്ടേ? അപ്പൊ ആ പണിക്ക് വരുന്ന, ആ പണിയിൽ വരുന്ന ആ ലാക്ക്, അവിടെ വരുന്ന അഭാവമുണ്ടല്ലോ, അത് ആണ് ഏറ്റെടുക്കണ്ടേ? അതെങ്ങനെ പരിഹരിക്കപ്പെടും? അള്ളാഹു ഓരോരുത്തർക്കും ഇന്ന സഅയക്കും ലശത്താ വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ, ഈ സൂറയുടെ തുടക്കത്തിൽ പറഞ്ഞു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അള്ളാഹു ആണ്. ഇന്ന സഅയക്കും ലശത്താ, നിങ്ങൾ ഓരോരുത്തരുടെയും ജോലി വെവ്വേറെയാ ഞാൻ തന്നേക്കണേ. അത് ആർക്കും കുറച്ചിലല്ല, അതാരുടെയും ശാക്തീകരണത്തിന് കുറവുമല്ല. പെണ്ണിന്റെ പണിയെടുത്തത് കൊണ്ട് പെണ്ണിന്റെ ശക്തി കുറയില്ല. പെണ്ണ് പ്രസവിച്ചത് കൊണ്ട്, ഗർഭം ധരിച്ചത് കൊണ്ട്, പിന്നെ 2 വർഷം കുഞ്ഞിന് മുലയൂട്ടിയത് കൊണ്ട് പെണ്ണ് ശാക്തീകരിക്കപ്പെടാതെ ഒന്നും പോകുന്നില്ല. പെണ്ണിന്റെ ശാക്തീകരണം അതുകൂടി ചേർന്നതാണ്. ഇതിൽ നിന്നൊക്കെ ഇപ്പൊ ആളുകൾ മാറാൻ ശ്രമിക്കുകയാണ്.